ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ കശുവണ്ടി മേഖലയ്ക്ക് കനത്ത ആഘാതമേൽപ്പിക്കുമെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ 2023-24 സാമ്പത്തിക വർഷത്തിൽ 65,808 മെട്രിക് ടൺ സംസ്കരിച്ച ഇന്ത്യൻ പരിപ്പാണ് അമേരിക്കൻ വിപണിയിൽ വിറ്റുപോയത്. ഇന്ത്യയിൽ നിന്നുള്ള കശുവണ്ടി പരിപ്പിന് അമേരിക്കയിലെ ആഭ്യന്തര വിപണിയിൽ ഡിമാൻഡ് ലഭിക്കുന്ന ഘട്ടത്തിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ 50% അധിക തീരുവ കൂട്ടി ഇരുട്ടടി. 2023-24 സാമ്പത്തിക വർഷത്തിൽ 65,808 മെട്രിക് ടൺ സംസ്കരിച്ച ഇന്ത്യൻ പരിപ്പാണ് അമേരിക്കൻ വിപണിയിൽ വിറ്റത്. ഇത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 28% കൂടുതൽ. $339 ദശലക്ഷം ഈ ഇനത്തിലെ വരുമാനം ലഭിച്ചു. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ മാത്രം 111 കാഷ്യൂ കേണൽ ഷിപ്മെന്റുകൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മാത്രം കയറ്റി അയച്ചു. പരമ്പരാഗത രീതിയിൽ ചുട്ടെടുക്കുന്ന ഇന്ത്യൻ പരിപ്പിന്റെ രുചി, നിലവാരവും ഗുണമേന്മയും കൊണ്ട് മാത്രമാണ് വിയറ്റ്നാമിനും ഐവറി കോസ്റ്റിനും പിറകിൽ 3ാമത്തെ സ്ഥാനം ഇന്ത്യക്ക് ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള പരിപ്പിന്റെ 85% കേരളത്തിൽ നിന്നാണെന്ന വസ്തുതയും ചേർത്ത് വായിക്കുമ്പോഴാണ് വർഷാവർഷം വിപണി വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിന്നുള്ള തിരിച്ചടി നമ്മുടെ കശുവണ്ടി മേഖലയ്ക്കുണ്ടാക്കുന്ന ആഘാതം ചിന്തിക്കുന്നതിനും അപ്പുറമെന്ന് ബോധ്യമാവുന്നത്. കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ. ഏത് രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് പല രൂപത്തിൽ പല പേരുകളിൽ ഇറക്കുമതി ചെയ്യാനുള്ള വാതിലുകൾ തുറന്നിട്ട് കൊടുത്തപ്പോൾ പരിപ്പിന്റെ വില ഇടിഞ്ഞു. നമ്മുടെ ഗുണനിലവാരമുള്ള പരിപ്പിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു. ഇത് കശുവണ്ടി മേഖലയുടെ പ്രതിസന്ധി രൂക്ഷമാക്കാൻ കാരണമായി. മറ്റ് ലോക രാജ്യങ്ങളും കൂടി ചർച്ച ചെയ്ത് അവർ നമ്മുടെ പരിപ്പിനെ വാങ്ങാൻ തയ്യാറായി വരുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ നേരെ ഈ തീരുവ 50% വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു നയം ട്രംപ് സ്വീകരിച്ചത്. തോട്ടണിക്കുള്ള ഇറക്കുമതി ചുങ്കം പൂർണ്ണമായി എടുത്തുകളയുകയും ഇന്ത്യൻ കശുവണ്ടിക്ക് താൽപര്യമേറി വരുന്ന നെതർലാൻഡ്, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, അറബ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതി പുതിയ ഇൻസെന്റീവ് സ്കീമുകൾ പ്രഖ്യാപിച്ച് പ്രോത്സാഹിപ്പിക്കാനും കേന്ദ്ര സർക്കാർ അടിയന്തരമായി തീരുമാനിക്കണമെന്നാണ് കശുവണ്ടി മേഖലയുടെ ആവശ്യം. കേരളത്തിൽ 1.5 ലക്ഷത്തോളം സ്ത്രീകൾ നേരിട്ട് തൊഴിൽ ചെയ്യുന്ന മേഖല എന്ന പരിഗണനയിൽ തീരുവ വർധന ഉണ്ടാക്കുന്ന ആഘാതം പരിഹരിക്കാൻ കശുവണ്ടി മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിനും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കത്തയച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.